നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മക്കളെ, എന്താണ് വർത്താനം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് സുഖമാണ്, അൽഹംദുലില്ലാ. എല്ലാവർക്കും സുഖവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു അടിപൊളി ഒരു ചക്കപ്പായസം കണ്ടു നോക്കിയാലോ. അപ്പോൾ എല്ലാവരും ഇത് ഫുള്ളായിട്ടൊന്ന് കണ്ടിട്ട് ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പോൾ അതിനൊക്കെ ആവശ്യമുള്ള സാധനം എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൻ്റെ ഉള്ളിലുള്ള സാധനം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് പാലും സെക്കൻഡ് പാലും അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ പായസം ചക്കയിൽ എന്തെങ്കിലും ഒരു സംഭവങ്ങളിടും. ചെറുപയർ വേണമെങ്കിൽ ഇടാം, മമ്പയർ വേണമെങ്കിൽ ഇടാം, പിന്നെ നമ്മളെ സാബൂനരി ഇടാം, ഒക്കെ ഇടാം കേട്ടോ. ഈ ചക്ക ജ്യൂസ് അടിച്ചിട്ട് നമ്മളെ പായസം ഉണ്ടാക്കുമ്പോൾ. പക്ഷേ ഞാൻ അതൊന്നും അല്ല ഇട്ടിരുന്നത്. നമ്മൾ പിടിപ്പായസം ഉണ്ടാക്കൂലേ, അതുപോലെ ലേശം പിടി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മളത് അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങാക്കൊത്ത് ഒരു 4-5 ശർക്കര ഒക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇതെല്ലാവരും ഒന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ടിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കിട്ടോ. ഞാൻ തന്നെ നെറ്റിപ്പോയിട്ടോ. ഞാൻ എപ്പോഴും ഇങ്ങനെ വിചാരിക്കും, ഈ ഒരു ചക്ക പായസം, ഈ ചക്ക ജ്യൂസൊക്കെ ഓരോരുത്തർ അടിക്കണൊക്കെ ഞാൻ അങ്ങനെ യൂട്യൂബിൽ കാണലുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ രസമുണ്ടാവുമെന്ന് ഞാൻ അങ്ങനെ വിചാരിച്ച്. അപ്പോൾ നമ്മളൊരു ഫ്രണ്ട് ഇങ്ങനെ യൂട്യൂബിൽ ഉണ്ടാക്കിയപ്പം ഞാൻ വിചാരിച്ച് നമ്മൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ എന്ന്. അങ്ങനെ ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അതായത് നമ്മളെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ മമ്മൂസ് തെക്കൻ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ. അപ്പോൾ ഓളത് കണ്ടിട്ടാണ് എൻ്റെ മനസ്സിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ എന്ന് എൻ്റെ മനസ്സിൽ ഒരു ലഡ്ഡു പൊട്ടിയത് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ചക്കൻ്റെ കുരുവൊക്കെ അങ്ങോട്ട് കളഞ്ഞിട്ട് ഒരു ഗ്ലാസ് വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നല്ലോണം അങ്ങോട്ട് പേസ്റ്റ് രൂപത്തിൽ അടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മളൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രമൊക്കെ വെച്ച ശേഷം ഇതാ നമ്മൾ ഇതിലേക്ക് 1.5 സ്പൂണ് മിൽമ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം മിൽമ നെയ്യായാലും വേണ്ടില്ല, സാധാരണ നെയ്യായാലും വേണ്ടില്ല, ഉള്ളത് കൊണ്ട് നമുക്ക് പായസം അങ്ങോട്ട് ഉണ്ടാക്കുക. ഏത് നെയ്യിട്ടാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പം ഇതിനൊരു ഇച്ചിരി ടേസ്റ്റ് കൂടും. അപ്പോൾ ഉള്ളതുകൊണ്ട് ഇതും അങ്ങോട്ട് ഇട്ടുകൊണ്ടാണ് നമ്മളിന്ന് പായസം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആ നെയ്യിലേക്ക് നമ്മളിതാ തേങ്ങാക്കൊത്ത് ഇട്ടുകൊണ്ട് ഒന്ന് മൂപ്പിച്ചെടുത്ത് മാറ്റി വെക്കുകയാണ് കേട്ടോ. ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. അതുപോലെ തന്നെ അണ്ടി മുന്തിരി ഒക്കെ നമ്മൾ ഇങ്ങനെ മൂപ്പിച്ചുകൊണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നെയ്യിലേക്ക് ഇനിയിപ്പം ഈ ചക്കൻ്റെ ജ്യൂസൊക്കെ ഇതിലേക്ക് ഒഴിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഈ അണ്ടിയും മുന്തിരിയും തേങ്ങയും ഒക്കെ അതിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് അതിൽ കിടന്നിങ്ങനെ വെന്തിങ്ങനെ വരും. അപ്പോൾ അതിൻ്റെ നെരിച്ചിലൊക്കെ അങ്ങോട്ട് പോയി പോകും. അപ്പോൾ ആ നെരിച്ചിൽ പോവാതെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അണ്ടിയും മുന്തിരിയും തേങ്ങാക്കൊത്തൊക്കെ ഇങ്ങോട്ട് കോരി എടുക്കണം കേട്ടോ. അത് ലാസ്റ്റ് ഇടുമ്പം നമ്മൾ പായസം കുടിക്കുമ്പോൾ അതങ്ങനെ കടിക്കുമ്പോഴുണ്ടല്ലോ, അതിനൊരു പ്രത്യേക രസം തന്നെയാണ് കേട്ടോ. പിന്നെ അതാ നമ്മൾ ആ നെയ്യിലേക്ക് ഒരു നുള്ളു നല്ല ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ജ്യൂസ് അടിച്ച് വെച്ച ചക്ക ഉണ്ടല്ലോ, അതും പിന്നെ സെക്കൻഡ് പാലും അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെ ചക്കൊക്കെ ഇങ്ങോട്ട് വെള്ളമില്ലാതെ ഇങ്ങനെ ഒരു ഗ്ലാസ് ഒഴിച്ചിട്ടുള്ളൂ. കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒഴിച്ച് അടിക്കുകയാണെങ്കിൽ ഇങ്ങനെ കട്ട കുത്തൂല. അപ്പോൾ ചക്കയ്ക്ക് അനുസരിച്ച് നമുക്ക് കുറച്ചൊക്കെ വെള്ളം ഒഴിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ മതിയാവുമെന്ന്. അപ്പോൾ നമ്മളെ ചക്കയ്ക്ക് ഒരു 2 ഗ്ലാസ് വെള്ളത്തിൻ്റെ ഒക്കെ ആവശ്യമുണ്ടായിന് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട കുത്തിയ മാതിരി ആയത്. അപ്പോൾ നമ്മൾ ആ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കണ്ട് നല്ലോണം കൈവിടാതെ ഇളക്കിയപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ നല്ലോണം അങ്ങോട്ട് ലയിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലോണം യോജിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മളൊരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ ഏലക്കായൊക്കെ ഇട്ടതാണ് കേട്ടോ. നമ്മൾ ചക്ക മിക്സിയിൽ ഇടുമ്പോൾ അതിൽ 2-3 ഏലക്കായും ഇട്ടതാണ്, അത് ഞാൻ പറഞ്ഞിട്ടില്ല. ഇനി നമ്മളിതാ ശർക്കരയൊക്കെ ഒരു ഭാഗത്ത് ഉരുക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് തരിച്ച് പാരണം. പിന്നെ അതിന് ശേഷം നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു 1/2 ഗ്ലാസ് പൊടി കേട്ടോ, ഒരു 1/2 ഗ്ലാസ് പൊടി കൊണ്ട് നമ്മൾ പത്തിരിക്ക് കുഴയ്ക്കുന്ന മാതിരി ഒരു കുറച്ച് പൊടി അവിടെ കുഴച്ച് വെച്ചിന് കേട്ടോ. അത് നമ്മളൊരു പിടിപ്പായസമൊക്കെ ഉണ്ടാക്കൂലേ, അതുപോലെ ചെറുതാക്കി ഓരോ ഉരുളാക്കി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു കപ്പിലാണ്. അപ്പം അതും അതിലേക്ക് ഒന്നിതാ ഇട്ട് കൊടുക്കുകയാണ്. ഇനി പിന്നെ നമ്മളെ തേങ്ങാപ്പാലും അവിടെ ഒഴിച്ച് കൊടുത്താൽ നമ്മളെ പായസം ഇവിടെ റെഡി ആയിട്ടോ. ഫസ്റ്റ് പാലങ്ങോട്ട് ഒഴിച്ച് കൊടുത്താൽ പായസം ഇവിടെ റെഡിയായി. ഒരു തുള്ളൽ മതി കേട്ടോ. അധികം തിളയ്ക്കാൻ പാടില്ല നമ്മൾ ഫസ്റ്റ് പാൽ ഒഴിക്കുമ്പോൾ. അപ്പം നമ്മൾ അടിപൊളി ചക്ക പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പം ഇത് 1-2 ആൾക്കാരൊക്കെ തിന്നതാണ് കേട്ടോ. നമ്മളെ വീട്ടിലിങ്ങനെ വന്നപ്പം ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ അവരെ അഭിപ്രായമൊക്കെ അടിപൊളിയാണെന്ന് പറഞ്ഞ്. ഇപ്പോൾ അധിക വീട്ടിലും ഇപ്പോൾ ചക്കോണ്ട് അറാട്ട് കളിയാവൂലേ. അപ്പം ചക്കോണ്ട് അറാട്ട് കളിക്കുന്നവരൊക്കെ കുറച്ച് ചക്ക എടുത്തുകാണ്ട് നല്ല
ചക്ക എടുത്തുകാണ്ട് ഒന്ന് ജ്യൂസ് അടിച്ച് കണ്ട് അടിപൊളിയായിട്ടുള്ളൊരു പായസമൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കിക്കോളൂ കേട്ടോ. അതൊരു പഴഞ്ചക്ക ആയാലും വേണ്ടിയില്ല, വരിക്കച്ചക്ക ആയാലും വേണ്ടിയില്ല, ഏത് ചക്ക ആയാലും നല്ല രസമാണ് കേട്ടോ. നമ്മളിത് പഴഞ്ചക്ക ആണെന്നാണ് തോന്നുന്നത്. നല്ലോണം പഴുത്തിങ്ങനെ അലീസ പോലത്തെ ചക്കേന് കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ, നല്ല രസമുണ്ട് ചക്ക പായസം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഫസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് നെയ്യും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ നമ്മൾ ലാസ്റ്റ് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഇട്ട് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴുണ്ടല്ലോ, അപ്പോൾ ഒരു കടിക്കലുണ്ടല്ലോ, അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അങ്ങോട്ട് കുടിച്ചോളിട്ടോ. അപ്പം നമ്മളെ ചക്ക ഇഷ്ടപ്പെട്ടാൽ വീണ്ടും പറയാണ്, ഒന്ന് ലൈക്ക് അങ്ങോട്ട് അടിച്ചോളിട്ടോ. അപ്പം എല്ലാവരോടും അസ്സലാമു അലൈക്കും. നമ്മളെ ചക്കപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് മക്കളെ.